ഞാനൊരു ബ്രസീൽ ഫാനോ ഒരു ബാർസലോണ ഫാനോ ഒരു നെയ്മാർ ഫാനോ ഒന്നും അല്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കുക? ഒരു മെനിസ്കസ് ഇഞ്ചുറി ഉണ്ടായിട്ടും ഡോക്ടർമാർ കളിക്കരുതെന്ന് വാൺ ചെയ്തിട്ടും നെയ്മാർ തന്റെ ബോയ്ഹുഡ് ക്ലബായ സാന്റോസിനെ റെലഗേഷനിൽ നിന്നും രക്ഷിക്കാൻ കളിക്കുന്നു. അങ്ങനെ വെറുതെ കളിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജുവന്റൂഡിനെതിരെ 17 മിനിറ്റിന്റെ ഗ്യാപ്പിൽ ഒരു ഹാട്രിക്കും അടിക്കുന്നു. ഒരു മെനിസ്കസ് ഇഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ സീരിയസ്നെസ്സിനെ കുറച്ച് കാണരുത്. ഈ ഒരു പരിക്കിന് ശേഷം നല്ല കെയർ ലഭിച്ചില്ലെങ്കിൽ ഏതൊരു പ്ലെയറിനും തന്റെ പഴയ ലെവലിലേക്ക് എത്താൻ നിയർലി ഇംപോസിബിൾ ആണ്. അങ്ങനെ ഒരു ഇഞ്ചുറി വെച്ചോണ്ടാണ് നെയ്മാറിന്റെ ഈ പ്രകടനം. ഇപ്പൊ ചിലര് പറഞ്ഞേക്കാം ഇത് ബ്രസീലിയൻ ലീഗല്ലേ, 19ാം സ്ഥാനത്തുള്ള ജുവന്റൂഡ് അല്ലേ എതിരാളികളെന്നൊക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്ത് ലെവൽ ഓഫ് ഫുട്ബോൾ ആണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് പരിക്കുകളാൽ വേട്ടയാടപ്പെട്ട ഒരു രാജകുമാരൻ തന്റെ രാജ്യത്തിനായി തന്റെ മനസ്സും ശരീരവും സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ പരിക്ക് വെച്ച് കളിച്ചാൽ അടുത്ത വേൾഡ് കപ്പിന്റെ സമയമാകുമ്പോൾ നെയ്മർ കംപ്ലീറ്റ്ലി റിക്കവർ ആയി ഇനഫ് ഗെയിം ടൈം കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. എന്നിട്ടും ഇത്രയും റിസ്ക് എടുത്ത് സാന്റോസിനെ റെലഗേഷനിൽ നിന്ന് രക്ഷിക്കാൻ പുള്ളി കളിക്കുന്നു. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 5 ഗോളും 1 അസിസ്റ്റുമാണ് നെയ്മാർ നേടിയിട്ടുള്ളത്. ഈ കോൺട്രിബ്യൂഷനുകൾ ഇല്ലെങ്കിൽ ഇപ്പോഴും സാന്റോസ് റെലഗേഷൻ സോണിലായേനെ. ബ്രസീലിലെ സെറിയ സീസൺ അവസാനിക്കാൻ ഇനി ഒരേ ഒരു മത്സരം മാത്രമേ ഉള്ളൂ. നെയ്മാറിന്റെ പെർഫോമൻസിന്റെ ബലത്തിൽ സാന്റോസ് നിലവിൽ റെലഗേഷൻ സോണിലും 2 പോയിന്റ് മുന്നിലാണ്. അവസാന മത്സരത്തിൽ ജയിച്ചാൽ മാത്രമേ 100% അടിവരയിട്ട് സാന്റോസ് ഫസ്റ്റ് ഡിവിഷനിൽ തുടരുമെന്ന് നമുക്ക് പറയാനാവുകയുള്ളൂ. പക്ഷേ സാന്റോസ് ആ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് ശക്തരായ 3ാം സ്ഥാനക്കാരായ ക്രുസേറോനെയാണ്. Can Neymar do it one more time? Because if he wins, football wins.